സിദ്ധാർത്ഥൻ ബുദ്ധനായതിനു ശേഷം ആളുകൾ ചോദിച്ചു, താങ്കൾ എന്താണ് നേടിയത്? അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഒന്നും നേടിയിട്ടില്ല, എല്ലാം നഷ്ടപ്പെടുകയാണ് എനിക്ക് ചെയ്തത്. എൻ്റെ അജ്ഞത എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു, എൻ്റെ അഹം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് എനിക്കുണ്ടായത്. അപ്പോൾ താങ്കൾ ഒന്നും തന്നെ നേടിയില്ല. ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നേടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം എന്നിൽ നേരത്തെ ഉണ്ടായതാണ്. ബുദ്ധൻ പറഞ്ഞ ഈ വാക്കുകൾ, എല്ലാ മനുഷ്യരിലും നന്മകളുണ്ട്, ദൈവികത എല്ലാവരിലുമുണ്ട്. അവർ അതിനെ കണ്ടെത്തുന്നില്ല എന്ന് മാത്രമാണ്. കാരണം അത് കണ്ടെത്താൻ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് അവരുടെ അഹംബോധമാണ്, അവരുടെ അജ്ഞതയാണ്. ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ആത്മീയ ആചാര്യന്മാർ നേരെ തിരിച്ചാണ് നമ്മളോട് പ്രവർത്തിക്കാറ്. എല്ലാ അജ്ഞതയും എല്ലാ അഹംബോധവും സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ പുതിയ കാലത്തെ ആത്മീയ ആചാര്യന്മാർ ജീവിക്കുന്നത് എന്നാണ്. വർത്തമാനകാല അനുഭവങ്ങൾ അതാണ് കാണിച്ചിരുന്നത്. ആത്മീയത കൂടുതൽ കൈവരിക്കും തോറും അവരിൽ നിന്ന് അഹംബോധവും അജ്ഞതയും വിട്ടകന്നു പോകണം. അധികാരത്തോടുള്ള, ധനത്തോടുള്ള അഭിനിവേശവും കുറയണം. ഇതാണ് ബുദ്ധൻ നമ്മെ പഠിപ്പിച്ച പാഠം.